യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. ഞാൻ 7/10/2023 ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് കീർത്തിമോൾ ബേബി, സ്ഥലം കട്ടച്ചിറ. ഞാൻ ഉടമ്പടിയിൽ പ്രധാനമായും വെച്ചത്, ഞാനൊരു IT ഫേമിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റെ പ്രൊമോഷൻ്റെ കാര്യത്തിനും അങ്ങനെ അതായിരുന്നു എൻ്റെ ഉടമ്പടി നിയോഗമായിട്ട് ഞാൻ വെച്ചത്. പക്ഷേ ആദ്യം ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ കുറച്ച് ഉഴപ്പി. പിന്നെ എനിക്ക് അങ്ങനെ ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് 3-ാം ദിവസം എൻ്റെ ജോലി പോയി ആക്ച്വലി. അപ്പോൾ ഞങ്ങളുടെ പ്രൊജക്റ്റ് ഡൗൺ ആയി. അപ്പോൾ പ്രൊജക്റ്റ് ഡൗൺ ആയതുകൊണ്ട് അവസാനം കയറിയ ആൾക്കാരെ അവർ പറഞ്ഞു റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ജോലി പോയി. അപ്പോൾ ഞാൻ അന്താളിച്ച് പോയി, ഇതെന്താ, ഞാൻ ഉടമ്പടി എടുത്തതല്ലേ, പിന്നെ എന്താ ഇങ്ങനെയെന്ന്. പക്ഷേ ഞാൻ വിശ്വാസം കൈവെടിഞ്ഞില്ല. ഞാൻ അത്യാവശ്യം പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ ഓക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാമല്ലോ. അപ്പോൾ റെസ്യൂമൊക്കെ എടുത്ത് ഞാൻ വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് സംഭവിക്കുമെങ്കിലും എനിക്ക് എപ്പോഴും തോന്നും മാതാവിൻ്റെ പ്രസൻസ് എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും എനിക്ക് എന്തോ ഒരു ശക്തി എൻ്റെ കൂടെ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ഫെയിലായിട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം എനിക്ക് എന്താ പറയുക, ഞായറാഴ്ച ദിവസങ്ങളിലെ കുർബാനയായാലും കുടുംബ പ്രാർത്ഥനയായാലും ബാക്കിയുള്ളവരോട് മാതാവിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിലാണൊക്കെ ഭയങ്കര തീക്ഷ്ണതയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ഓട്ടോയിൽ പോവുക. അപ്പം നല്ല മഴയുള്ള ദിവസം ഞാനിങ്ങനെ പോകുമ്പോൾ ഒരു സിൽവർ ഗ്രേ കളറിൽ ഒരാൾ എൻ്റെ കൂടെ എൻ്റെ അടുത്തിങ്ങനെ ഓട്ടോയിൽ ഞാൻ കൈവച്ചേക്കുന്ന പോലെ തന്നെ കൈവച്ചിരിക്കുക. അപ്പോൾ എനിക്കിങ്ങനെ പെട്ടെന്ന് എനിക്ക് നോക്കി ഇത് മാതാവിൻ്റെ ഒരിത്. എന്നിട്ട് ഞാൻ കുർബാനയ്ക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കുർബാനയുടെ സമയത്ത് മാതാവിൻ്റെ അടുത്ത് വന്നിരിക്കുന്നതും കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ എൻ്റെ കയ്യിൽ തരുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പം ഉണ്ണീശോ എൻ്റെ ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് പറയുക, കീർത്തി എന്തിനാ കരയുന്നേ, ഞങ്ങൾ കൂടെ ഇല്ലേന്ന്. പിന്നെ എപ്പോഴും എനിക്ക് തിരുക്കുടുംബത്തിൻ്റെ ഓർമ്മയാണ്. ഞാൻ എപ്പോൾ കണ്ണടച്ചാലും എനിക്ക് തിരുക്കുടുംബമാണ്. പിന്നെ ഞാൻ ആർക്ക് പത്രം കൊടുത്താലും ഒക്കെ എനിക്ക് ഉണ്ണീശോയും മാതാവും ഇങ്ങനെ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. ഉണ്ണീശോ ഭയങ്കരമായിട്ട് ചിരിക്കുന്നു. ഉണ്ണീശോ എൻ്റെ പേര് മാതാവിനോട് പറയുന്നു, നമ്മുടെ കീർത്തിയാണ്, ഞങ്ങളുണ്ട്. എപ്പോഴും അങ്ങനെ ഒരു പ്രസൻസാണ്. ഈവൻ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പോലും ഈ കൃപാസനത്തിൽ എത്തുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെ തോന്നും മാതാവിനോട് ഉണ്ണീശോ ഭയങ്കര സന്തോഷത്തിൽ പറയും, അതാ അവൾ വരുന്നുണ്ട്. ഇങ്ങനെ എൻ്റെ പേരെടുത്ത് ഉണ്ണീശോ മാതാവിനോട് പറയുന്നതായിട്ട് എനിക്ക് തോന്നും. അങ്ങനെ ഞാൻ അച്ഛനെ വന്ന് കണ്ടപ്പോൾ അച്ഛൻ എനിക്ക് കാശ് രൂപം തന്നിട്ട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ മതി, നിനക്ക് ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഏകദേശം 1 വർഷത്തോളമായി ഈ ഇടയ്ക്ക് ഞാൻ ഒരുപാട് ആത്മീയമായിട്ട് വളർന്നു. പക്ഷെ എൻ്റെ ജോലി ശരിയാകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ 8 നോയമ്പ് മാതാവിൻ്റെ ജന്മത്തിരുന്നാളിൻ്റെ സമയത്ത് ഞാൻ മാതാവിനോട് പറയുന്നു, അമ്മ എനിക്കിനി പറ്റില്ല, എനിക്ക് ജോലി വേണമെന്ന് തന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പോൾ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ അവസാനം പറഞ്ഞു, നിങ്ങൾക്ക് ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാമെന്ന്. ഞാനപ്പോൾ ഒരു ഡേറ്റ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് സെപ്റ്റംബർ 7-8 ഇങ്ങനെ 2 ഡേറ്റ് തെളിഞ്ഞു വന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എനിക്കൊന്നും അറിയത്തില്ല, 7-നോ 8-നോ ഏതെങ്കിലും ദിവസം എനിക്ക് ഒന്ന് സാക്ഷ്യം പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ 8 നോയമ്പ് നല്ല രീതിയിൽ ഒരു നേരമൊക്കെ ഫാസ്റ്റിംഗ് ചെയ്ത് അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി. അങ്ങനെ ഇന്നലെ എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് തന്നെ അവരെന്നെ വിളിച്ചു. ഞാൻ ഉടമ്പടി വെച്ചിരുന്ന ഒരു സാലറി, അത് ഞാൻ വെറുതെ വെച്ചൊരു പാക്കേജാണ്. അവർ ആ പാക്കേജ് പറഞ്ഞ് എനിക്ക് മെയിൽ അയച്ച് ഞാൻ മെയിൽ നോക്കി ഞെട്ടിപ്പോയി. കൃത്യം ആ പാക്കേജ് തന്നെ മാതാവ് എനിക്ക് തന്നു. തിങ്കളാഴ്ച ഞാൻ എൻ്റെ ഓൺബോർഡിങ്ങിൽ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടായിരിക്കുന്നു. മുമ്പോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ എല്ലാ ജോലി മേഖല അമ്മയുടെ സാന്നിധ്യം ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അമ്മയ്ക്ക് നന്ദി. രണ്ടാമത്തെ കാര്യം, എൻ്റെ കസിൻ ഇതുപോലെ അവനും ജോലി നഷ്ടപ്പെട്ടു ഈ ഇടയ്ക്ക്. അപ്പം ഞാനത് ഉടമ്പടി പുതുക്കിയപ്പം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ അബുദാബിക്ക് പോയി, അവന് വിസിറ്റിംഗ് വിസയിൽ അവിടെ ജോലിക്ക് അവൻ പ്രവേശിച്ചു. മൂന്നാമത് എൻ്റെ അമ്മയുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അമ്മയ്ക്കും ആൻറ്റിക്കും അങ്കിളിനും ക്യാൻസർ ആയിരുന്നു. അപ്പോൾ വീടാകെ തളർന്നു പോയി. എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നത്, അതെന്താ ഇങ്ങനെ ഒരു വീട്ടിൽ എല്ലാവർക്കും ക്യാൻസറോ? അങ്ങനെ എൻ്റെ ആൻറ്റിക്ക് തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ സമയത്ത് മുഴയുണ്ടായിരുന്നു. അതിങ്ങനെ ബയോപ്സി കഴിച്ചപ്പോൾ ഞാൻ ഉടമ്പടി വെച്ചു, മാതാവേ ഇനി ഈ അസുഖം ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് നെഗറ്റീവായി ഞാൻ പൂർണ്ണമായി ഉറച്ച് വിശ്വസിക്കുന്നു. മാതാവ് അത് പൂർണ്ണമായും എടുത്തു മാറ്റിയെന്ന്. മാതാവിന് 1000 നന്ദി. പിന്നെ ഞങ്ങളുടെ ആധാരം പോക്കുവരവ് ചെയ്തപ്പോൾ ഞങ്ങളുടെ അടുത്ത് കിടക്കുന്ന അങ്കിളിൻ്റെ പേരിലേക്കായി. ഞങ്ങളുടെ പേരിൽ ആധാരം ഇല്ലാതായി, റീസർവേ ചെയ്തതിൻ്റെ പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ അത് ഉടമ്പടി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് പോയി 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ
അവർ ബ്ലോക്കിൽ നിന്ന് വിളിച്ചിട്ട് ആധാരത്തിൻ്റെ എല്ലാം റെഡിയായെന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ പ്രധാനമായും എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ. മാതാവിന് നന്ദി. കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഇവിടുന്ന് അഖണ്ഡ ജപമാല മേടിച്ചുകൊണ്ട് പോയി എൻ്റെ നേതൃത്വത്തിൽ ഈ ഒരു വർഷം എനിക്ക് ഈ ജോലിക്ക് വേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ ജപമാല മുടക്കാതെ എൻ്റെ ഇനീഷ്യേറ്റീവിൽ ഓരോ വീട്ടിലും ആഴ്ചയിൽ ഒരു ദിവസം ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ജപമാല ചൊല്ലുകയും ഉടമ്പടി എടുക്കാത്തവരെയും ഞങ്ങൾ ജപമാലയെ കൂട്ടി ചൊല്ലി അവരോട് മാതാവിനെ കുറിച്ച് പറയുകയും അങ്ങനെ അത് മുമ്പോട്ട് പോകുന്നു. പിന്നെ എൻ്റെ ഫാമിലിയിലൊക്കെ എല്ലാവർക്കും ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ അവരൊക്കെ തളർന്നു പോകുമ്പോൾ അവരെ പൂർണ്ണമായിട്ടും മാതാവിനോട്ട് അടുപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ ഒരു വചനം വരും, ഞാൻ തളർന്നു പോകുമ്പോൾ മാതാവേ ഞാൻ ഇവരോട് ഇതൊക്കെ പറയുന്നുണ്ട്, അവരൊക്കെ എന്നോട് ചോദിക്കുക നിനക്ക് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയുമെന്ന് പറയുമ്പോൾ എനിക്കൊരു വചനം എപ്പോഴും എൻ്റെ മനസ്സിലോട്ട് വരും. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കും, പിച്ചളവാതിലുകൾ തകർക്കും, ഇരുമ്പോടാലമ്പകൾ ഒടിക്കും, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യദാന ശേഖരവും ഞാൻ നൽകും. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ധൈര്യം കിട്ടും. അങ്ങനെ ഈ അഖണ്ഡ ജപമാല ഞാൻ മുടങ്ങാതെ ഇത് നടത്തിക്കൊണ്ട് പോകുന്നു. കൂടാതെ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിക്കുകയും ഞാൻ ഗവൺമെൻറ് ആശുപത്രി ആ പത്രം അടുക്കി വെച്ച് തൈലം പൂശി ആ പത്രം കൊടുക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ജപമാല ചൊല്ലി ഗവൺമെൻറ് ആശുപത്രി പോയി എനിക്ക് തോന്നുകയാണ് ഇവർക്ക് പത്രം വേണം, ആവശ്യമുണ്ടെന്നുള്ളവർക്ക് മാത്രം ഞാൻ പത്രം കൊടുക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ പത്രം കൊടുക്കും. അപ്പോൾ ചില രോഗികളെയൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് തോന്നും മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്ന്. അപ്പം മുട്ടുകുത്തുമ്പോൾ അടുത്ത് നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ നോക്കും. പക്ഷെ ഞാനപ്പോൾ ഓർക്കും എൻ്റെ മാതാവ് പറഞ്ഞിട്ടല്ലേ ഞാൻ മുട്ടുകുത്തുന്നതെന്ന്. മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അവർക്ക് തൈലം പുരട്ടി കൊടുക്കും. പിന്നെ പൊതിച്ചോറുണ്ടാക്കി ഞാൻ കൊടുക്കും. പിന്നെ ഞങ്ങളുടെ അവിടെ ഒരു പാലിയേറ്റീവ് കെയർ സെൻ്റർ ഉണ്ട്, ക്യാൻസർ രോഗികളുടെ അമ്മച്ചിമാരുടെ. അപ്പോൾ അവിടെ പോയി ഞാൻ അവരുടെ അടുത്ത് പോയി തൈലം പുരട്ടി പ്രാർത്ഥിക്കുക, സംസാരിക്കുക. അവർക്കൊക്കെ ഭയങ്കര ആശ്വാസമാണത്. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തികൾ. അതുകൂടാതെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എൻ്റെ ജീവിതം നമ്മൾ ഒരിക്കലും ഉടമ്പടിയിൽ നിന്ന് പുറകോട്ട് പോകരുത്. നമുക്ക് തളർച്ച വരുമ്പോൾ നമ്മൾ മാതാവിനോട് കൂടുതൽ അടുത്ത് നിൽക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ തളർന്നു പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ശക്തി എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാ. മോളെ നീ തളരരുത്, നിനക്ക് പറ്റും, നിൻ്റെ കൂടെ മാതാവുണ്ട്, ഞാനുണ്ട് നിൻ്റെ കൂടെ, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തരും. ഈ വ്യാഴാഴ്ച ഞാൻ പള്ളിയിൽ പോയപ്പോൾ മാതാവിൻ്റെ രൂപത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ കൂടെയുണ്ട്, നീ ധൈര്യമായിട്ട് പൊക്കോ. എപ്പോഴും എനിക്ക് അങ്ങനെയാണ് മാതാവിൻ്റെ സാന്നിധ്യം. അപ്പം എൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. പിന്നെ അതുകൂടാതെ ഒരു കാര്യം കൂടെ, എനിക്ക് കുർബാന എനിക്ക് ഭയങ്കര ഒരു ആരാധനയായിട്ട് മാറി. എൻ്റെ ജീവിതത്തിൽ ഇത്രയും ഒരു വർഷം ഗ്യാപ്പ് എനിക്ക് ഉണ്ടായപ്പോൾ ഞാൻ ഡൗൺ ആവുമ്പോൾ ഞാൻ വിചാരിക്കും ഓക്കെ ഇന്ന് വൈകിട്ട് കുർബാനയ്ക്ക് പോകലോ. കുർബാന സമയത്ത് തുടക്കം തൊട്ട് അവസാനം വരെ ഞാൻ കരയുവാണ്. അപ്പോൾ അടുത്ത് നിൽക്കുന്നവരവർക്ക് ഇത് എന്താണെന്ന്, എനിക്ക് ഈശോ എന്നെ സ്നേഹിക്കുകയാണ്. അത്രയും സ്നേഹം എൻ്റെ ഈ ലോകത്തിൽ ആർക്കും എനിക്ക് തരാൻ പറ്റാത്ത ഒരു സ്നേഹം. കുർബാനയുടെ സമയത്ത് എനിക്ക് പല തിരുക്കുടുംബം മാതാവ് എന്നെ ഒരുപാട് ഇങ്ങനെ സ്നേഹിക്കുന്ന ഉണ്ണീശോയുടെ സാന്നിധ്യം, കുർബാന എനിക്ക് ഭയങ്കര ഞാനൊരു അഡിക്ഷനായി മാറി. ഞാൻ പോലും അറിയാതെ ആ സമയമാകുമ്പോൾ ഞാൻ ഒരുങ്ങി കുർബാനയ്ക്ക് പോകും. ഇതൊക്കെയാണ് എൻ്റെ സാക്ഷ്യങ്ങൾ. ഈ അൾത്താരെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ മാതാവിനും എൻ്റെ ഉണ്ണീശോയ്ക്കും എല്ലാ വിശുദ്ധർക്കും ഞാൻ നന്ദി പറയുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉടമ്പടി എങ്ങനെയാണ് അനുഭവമായിട്ട് മാറുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് 5 കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. രണ്ടാമത്തേത് ലൈറ്റ് വെയ്റ്റനിങ്. മൂന്നാമത്തേത് ടൈം ഷോർട്ടനിങ്. അതുപോലെ തന്നെ പ്രസൻസ്, പിന്നെ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ 5 കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടി അനുഭവമായിട്ട് മാറുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് ലഭിക്കുന്ന സാധ്യതകൾ. നമ്മൾ ഈ സഹോദരിയുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ 5 കാര്യങ്ങളെയും തൊട്ടുപോകുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ആഴമായിട്ട്, എത്രത്തോളം ബോധ്യത്തോടു കൂടി തൻ്റെ ഉടമ്പടി ജീവിതം നയിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ ദൈവത്തിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ, ദൈവാനുഭവത്തോടു കൂടി ജീവിക്കുവാനായിട്ട് തന്നെ വിട്ടുകൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള ഇടപെടൽ വളരെ ശക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സഹോദരിയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി. ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. 2022 മാർച്ച് 26-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത്. എൻ്റെ മകൻ ജനിച്ച് 3.5 വയസ്സ് വരെ എൻ്റെ മോൻ സംസാരിക്കത്തില്ലായിരുന്നു. അതുപോലെ തന്നെ അവൻ
നമ്മളുടെ മുഖത്ത് നോക്കത്തില്ല. ആരെങ്കിലും വന്ന് വിളിച്ചാൽ അവരുടെ കൂടെ അങ്ങ് പോവും. അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരവസ്ഥയായിരുന്നു അവന്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും തേനും എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം കുഞ്ഞിന് കൊടുക്കുമായിരുന്നു. അതിനുശേഷം പതുക്കെ അവൻ സംസാരിച്ച് തുടങ്ങി. ഇപ്പോൾ അവന് നല്ല രീതിയിൽ തന്നെ സംസാരിക്കും. അതുപോലെ തന്നെ എൻ്റെ മകള് ഇപ്പോൾ 13 വയസ്സുണ്ട്. മോൾക്ക് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന സ്കിൻ അലർജി. അത് നമ്മൾ ചെതുമ്പൽ പോലെ ദേഹത്തുനിന്ന് പുറത്തേക്ക് ഇങ്ങനെ താഴെ വീഴുന്ന ഒരവസ്ഥയായിരുന്നു. ഞങ്ങൾ അലോപ്പതി കാണിച്ചു, ആയുർവേദം കാണിച്ചു, ഹോമിയോ കാണിച്ചു. ഇതിലൊന്നും ഒരു മാറ്റവും ഉണ്ടായില്ല. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും ഉടമ്പടി തൈലവും ഉടമ്പടി തേന്, ഉപ്പ്, ഇത് 3 കൊടുക്കുമായിരുന്നു. അപ്പം അത് ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പം മുഖത്ത്, കയ്യിൽ ഒക്കെയുള്ള എല്ലാം മാറി. കാലിൻ്റെ മടക്കിൽ മാത്രം ചെറുതായിട്ടുണ്ട്. അത് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം പൂർണ്ണമായിട്ടും മാറുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആത്മീയതയിൽ ഒത്തിരി വളരുവാനിടയായി. അതുപോലെ എൻ്റെ മോൻ്റെ മുതുകിൽ ഷോൾഡറിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയ എന്തോ കടിച്ചതാണ്. അത് ഇങ്ങനെ ഒരു മുഴ പോലെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കും, ഇടയ്ക്കിടയ്ക്ക് അത് പോകും. അങ്ങനെയായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിക്കുമായിരുന്നു. ഒരു ദിവസം അത് കുറച്ച് വലുതായിട്ട് കണ്ടു. അന്നും ഞാൻ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇന്നുവരെ എൻ്റെ മകനത് അവൻ്റെ ശരീരത്തിൽ ഞാനത് കണ്ടിട്ടില്ല. ഞാൻ ഒരു 3.5 വർഷമായിട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി, ഞാനൊരു നേഴ്സാണ്, പുറത്തേക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഒന്ന് OET ട്രൈ ചെയ്തു, കിട്ടിയില്ല. പിന്നെ ഞാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നോക്കി, അതൊന്നും ശരിയായില്ല. പിന്നെ ഇപ്പോൾ ഞാൻ സൗദിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം ശരിയായി. എൻ്റെ വിസ വന്നിട്ടുണ്ട്. അതിന് നന്ദി പറയാനും കൂടിയാണ് ഞാനിന്ന് വന്നത്. അമ്മ മാതാവിനെ കണ്ട് നന്ദി പറയാനാണ് ഞാനിന്ന് വന്നത്. ഇത് മാത്രമല്ല, എനിക്ക് നിരവധി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അത് ഈ ദിവസം മുഴുവൻ പറഞ്ഞാൽ തീരില്ല. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്യാറുണ്ട്. ഈ ഒരു പത്രത്തിൽ നിന്നാണ് ഞാൻ ഇവിടെ ഈ കൃപാസനത്തിൽ വരാനും അമ്മ മാതാവിനെക്കുറിച്ച് അറിയാനും എനിക്ക് ഇടയായത്. കൃപാസനം പത്രം വാങ്ങുന്നവർ നമ്മുടെ വീട്ടിൽ വയ്ക്കാതെ എല്ലാവർക്കും അത് കൊടുക്കാൻ ശ്രമിക്കണം. കാരണം നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന സമയം ഒരാൾക്ക് അമ്മ മാതാവിനെ അറിയാനുള്ള അവസരം നമ്മൾ നഷ്ടപ്പെടുത്തുവാണ്, അല്ലെങ്കിൽ അതിൻ്റെ സമയത്തെ കുറയ്ക്കുകയാണ്. ദയവായി അത് ചെയ്യാതെ കിട്ടുന്നത് അപ്പം തന്നെ നമ്മൾ കൊടുത്തു തീർത്ത് നമ്മൾ ഇവിടെ ഉടമ്പടി എടുത്ത് അതിന് ഉടമ്പടി പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ അമ്മ മാതാവ് നമ്മളെ കൈവിടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. യോഹന്നാൻ്റെ സുവിശേഷം 14:21 നമ്മൾ വായിക്കുന്നു. എൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. ജാൻസി നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത് പ്രധാനമായും മകളുടെ കുഞ്ഞിൻ്റെ സംസാരശേഷി ഇല്ലാത്ത ഒരവസ്ഥ, ആരെയും ശ്രദ്ധിക്കാതെയുള്ള പെരുമാറ്റം, ബാല്യകാലത്തുണ്ടായ ഈ 2 ഗൗരവമുള്ള പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടിയാണ്. 3.5 വർഷത്തോളം മരുന്നും ചികിത്സയും ഒക്കെ നടത്തിയിട്ടും കുറവില്ലാതെയും കുടുംബത്തിനേറെ വേദനയുള്ള രീതിയിലും ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുക്കുകയും വിശുദ്ധ വസ്തുക്കൾ തുടർച്ചയായി കുഞ്ഞിന് കൊടുത്തുകൊണ്ട് ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നു. അസാധ്യമായത് സാധ്യമാക്കി തരുന്ന അമ്മയുടെ സവിശേഷമായ മാധ്യസ്ഥ സഹായം ആ കുഞ്ഞിന് സംസാരശേഷിയായും എല്ലാവരെയും ശ്രദ്ധിക്കുവാനുള്ള കഴിവും നേടിക്കൊടുത്തത് സാക്ഷ്യപ്പെടുത്തുകയാണ്.
അതോടൊപ്പം മകള് വിദേശത്ത് പോകുവാൻ വേണ്ടി കുറച്ചധികം നാളുകളായി പരിശ്രമിക്കുന്നു, വർഷങ്ങളായി പരിശ്രമിക്കുന്നു. ഓരോരോ തടസ്സങ്ങൾ കാരണം പോകാനാവാതെ വരികയും, എന്നാൽ ഉടമ്പടിയിൽ നിയോഗം വെച്ച് ഈ നാളുകളിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരു തടസ്സവുമില്ലാതെ എല്ലാം സുഗമമായി സമയം ചുരുക്കി കൊടുത്തുകൊണ്ട് വേഗത്തിൽ പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും അമ്മ മാതാവ് ക്രമീകരിച്ചു നൽകുന്നു. അമ്മയിലുള്ള ശരണപ്പെടൽ നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെ ഏറ്റെടുക്കുന്നു, പ്രാർത്ഥനകളെ വേഗത്തിൽ അനുഗ്രഹിച്ചു തരുന്നതിന് കാരണമാക്കുകയും ചെയ്യുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവപിതാവിന് സമർപ്പിച്ചുകൊണ്ട് ഈശോനാഥനും അമ്മ മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പേര് ഷിൻഡോ, സ്ഥലം മാരാങ്കോട്, ചാലക്കുടി. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്, ഞാനും എൻ്റെ അനിയനും ഒരു ബിസിനസ് നടത്തി. ബിസിനസ്സിൽ ഒരുപാട് നഷ്ടം വന്നു. അവസാനം സ്ഥലങ്ങളെല്ലാം ജപ്തിയിലായി. ജപ്തി നോട്ടീസ് വന്നപ്പോഴാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം. ജപ്തി അതിന് കോടതി പോയി 1 വർഷത്തേക്ക് സ്റ്റേ വാങ്ങിച്ചു. സ്ഥലത്തിന് ആരും വില കാണുന്നുണ്ടായില്ല. അങ്ങനെ ഒരുപാട് പ്രാർത്ഥിച്ചും ഒരുപാട് ഇവിടെ വന്ന് പത്രങ്ങൾ ഒരുപാട് വിതരണം ചെയ്തും, പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് അനാഥ മന്ദിരങ്ങളിലും വഴിയോരത്ത് കിടക്കുന്ന ആൾക്കാരും ഭക്ഷണം മേടിച്ചു കൊടുത്തുമൊക്കെ നമ്മൾ ചെയ്തിരുന്നു. സ്റ്റേ മേടിച്ചതിന് ശേഷം പിന്നെ എല്ലാ മാസവും 5 ലക്ഷം വെച്ച് അടയ്ക്കുന്ന മറ്റേ കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടായിരുന്നു. അത് 2 മാസം അടച്ചപ്പോഴേക്കും പിന്നെ അടയ്ക്കാൻ പറ്റിയില്ല. അവസാനം ബാങ്കിൽ നിന്നുള്ള പ്രശ്നങ്ങൾ വലുതായിട്ട് വന്നു. പിന്നെ 2024 മെയ് മാസത്തിൽ ഒരു ടീം വന്ന് നോക്കുകയും അത് 2,95,00,000 രൂപയ്ക്ക് സ്ഥലം വിറ്റുപോവുകയും ചെയ്തു. തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ഞങ്ങളുടെ എല്ലാ കടബാധ്യതകളും തീർന്നു. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം സംഭവിച്ചത് എൻ്റെ കുടുംബത്തിൽ എല്ലാ പൈസ കൂടി ഇപ്പോൾ എല്ലാം എൻ്റെ കഴിവുകൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്നാണ് ഞങ്ങൾ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇതൊന്നല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലാണ് എല്ലാം നടക്കുകയുള്ളൂ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും ഒരു രക്ഷ കിട്ടുകയില്ല. അത് എനിക്ക് പൂർണ്ണ ബോധ്യമായി. ദൈവം കൂടിയുണ്ടെങ്കിൽ ഏത് ബിസിനസ് ചെയ്തിട്ടും എന്ത് ബിസിനസ് ചെയ്താലും അത് നല്ല രീതിയിൽ ദൈവം വളരാൻ പറ്റുള്ളൂ. ദൈവം നമ്മോട് കൂടെ ചേർന്നില്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ ഉടമ്പടി കാശ് രൂപം ഞാൻ എന്നും കൊണ്ടു നടക്കുമായിരുന്നു. ഒരു ദിവസം ബൈക്കിൽ പോയപ്പോൾ എൻ്റെ ബാക്കിൽ ഒരു കാർ തട്ടി. പക്ഷേ ഞാൻ വീണെങ്കിലും എനിക്കൊന്നും സംഭവിച്ചില്ല. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപം ഉള്ളതുകൊണ്ടാണ് ഞാൻ അന്ന് ഒരു പരിക്കുമില്ലാതെ രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ എൻ്റെ ഭാര്യയ്ക്ക് ഒരു ദിവസം കോഴി തൂക്കെടുക്കുന്ന ത്രാസ് കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഷോക്കടിച്ചിട്ട് ശരിക്കും ഷോക്കടിച്ച് വിടണ്ടായില്ല. എൻ്റെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് പുറത്തേക്ക് യാദൃശ്ചികമായി കടന്നു വന്നു. കണ്ടതുകൊണ്ട് ഇവള് കിടക്കണപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചപ്പോൾ അവൾ വർത്താനം പറഞ്ഞു, ഷോക്കടിച്ച് മോനെന്ന് പറഞ്ഞു. പക്ഷെ അവൻ തട്ടിമാറ്റി അവനും തെറിച്ച് വീണു. അങ്ങനെ തെറിച്ച് വീണെങ്കിൽ അമ്മയോട് ചോദിച്ചു എന്ത് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അവൾക്ക് വർത്താനം പറയാൻ പറ്റി. മോനെ ഷോക്കടിച്ച് വയറൂരാൻ പറഞ്ഞു. അവൻ പെട്ടെന്ന് വയറൂരി. പക്ഷേ അങ്ങനെ അതും നമ്മൾ ഉടമ്പടിയിൽ നിന്നുകൊണ്ടാണ് അതിൽ നിന്ന് രക്ഷ നേട്ടത്. ആ ഷോക്കടിച്ചപ്പോൾ കയ്യമ്മ മൊത്തം സ്റ്റാപ്ലയർ അടിച്ച പോലെ പിന്നെ പോലെയായിരുന്നു. ആകെ ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. പക്ഷേ മാതാവിൻ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും തിരുക്കുമാരനും കൃപാസന മാതാവിനും ഒരുപാട് നന്ദി. എൻ്റെ പേര് നിത എന്നാണ്. ഞങ്ങൾ മാരാങ്കോട് നിന്നാണ് വരുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും ആദ്യമായിട്ട് ഇവിടെ വന്നത് ഞങ്ങളടുത്തുള്ളൊരു ചേച്ചി പറഞ്ഞിട്ടാണ്. ഞങ്ങൾക്ക് ഇത്ര ബാധ്യതകളും കടബാധ്യതകളും ഞങ്ങൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുമെന്ന് ആ ചേച്ചി ഞങ്ങളോട് പറഞ്ഞു. അന്ന് തന്നെ ചേട്ടനെ ഇവിടേക്ക് വിട്ടു. ആളിവിടെ വന്നു, ആദ്യമായിട്ട് വന്നതാണ്. ആൾക്കൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തു.
ആളിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ ഹോട്ടലിൽ ക്യാഷിലിരിക്കുകയായിരുന്നു. അന്ന് എനിക്ക് അവിടെ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വന്നു. അന്ന് ആളിവിടെ ഉടമ്പടി എടുക്കുന്ന സമയത്ത് കടയിൽ ഭയങ്കര തിരക്കായിരുന്നേ. അപ്പം ഞാൻ അത് കഴിഞ്ഞ് തിരക്ക് കഴിഞ്ഞ് വിളിച്ചപ്പോൾ പറഞ്ഞു ഞാനിവിടെ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് തുടങ്ങി എന്ന്. പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് വന്നതും ഞങ്ങളുടെ കട ഒരാഴ്ചക്കുള്ളിൽ ജപ്തി ചെയ്ത് സീല് ചെയ്യുന്നതും അവിടെ നിന്ന് ബാങ്കിൽ നിന്നും വന്നത് 50 ലക്ഷം രൂപയോളം അടയ്ക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജപ്തി ചെയ്തു പോകും എന്ന് അവർ വന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യും ഈശോയെ എന്ന് ആലോചിച്ചപ്പോൾ പെട്ടെന്ന് തോന്നി കൃപാസനത്തിലേക്ക് വരണമെന്ന്. അപ്പോൾ തന്നെ ഞാനും ആളും കൂടി ഇങ്ങോട്ട് കൃപാസനത്തിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നേ. ഞങ്ങൾക്ക് അച്ഛനെ കാണണമെന്ന് പറഞ്ഞെങ്കിലും ആരും അത് ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അവിടെ ഫ്രണ്ടിൽ അവിടെ ഇരുന്ന് കരഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഒരു ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് മോളെ എന്തിനാ കരയണേ, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നങ്ങളാണ്, ഞങ്ങൾ ഈ ജപ്തി നോട്ടീസൊക്കെ ഇവരുടെ അടുത്ത് കാണിച്ചു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഞാൻ മോൾക്കൊരു വഴി ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു. പക്ഷേ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് എനിക്കപ്പം മനസ്സിലായി. ആ ചേച്ചി ഇവിടെ ഒരു അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ടോക്കൺ തന്നു. ഞങ്ങൾ അച്ഛനെ വന്ന് ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങളോട് ഇവിടെ വന്ന് നിങ്ങൾ സാക്ഷ്യം പറയണമെന്ന് ഞങ്ങളോട് അച്ഛൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉടമ്പടിയിൽ നിൽക്കുമ്പോഴും കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പോഴും ഞങ്ങൾ ഇതിൽ ഉറച്ചു നിന്നു. അതിന് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. ഓരോന്ന് പരിപാലിച്ച് പോകുന്നുണ്ടെങ്കിലും ഒന്നും തീരുന്നുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ആത്മീയത കുറവ് കൊണ്ടാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാതെ എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായി. പെട്ടെന്ന് ഞാൻ തിരിച്ചു വന്ന് പറഞ്ഞു ഞാൻ നാളെ പോയി ഉടമ്പടി എടുക്കുകയാണ്, എൻ്റെ പേരിൽ ഉടമ്പടിയാണ്. അപ്പോൾ എനിക്ക് സംശയമായി ഭാര്യയ്ക്കും ഭർത്താവിനും ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നു ടോക്കൺ എടുത്തു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സിസ്റ്ററിനോട് ചോദിച്ചു എൻ്റെ ഭർത്താവ് ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു കുഴപ്പമില്ല മോൾ ഉടമ്പടി എടുത്തോ എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയത്. കാരണം എനിക്ക് ആൾ നന്നായി പ്രാർത്ഥിക്കുമെങ്കിലും ബൈബിൾ വായിക്കണമെങ്കിലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം ഉണ്ടായിരുന്നില്ല. മാതാവിനോട് ഞാൻ ഒന്നും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. ഞാൻ എന്ത് വന്നാലും പള്ളിയിൽ ചെന്ന് കുരിശ് രൂപത്തിലേക്ക് നോക്കിയിട്ട് ഈശോയോട് പറയും. അല്ലാണ്ട് മാതാവ് വഴിയാണ് നമുക്ക് കാര്യങ്ങൾ നടക്കണേ എന്നുള്ളൊരു ബോധ്യം എൻ്റെ മനസ്സിലേക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ വന്ന് ഉടമ്പടി എടുത്തു. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി. പേപ്പറുകൾ മേടിച്ചു കൊണ്ടുവരുന്നത് ആൾക്ക് പേപ്പർ കൊടുക്കാൻ ഭയങ്കര മടിയായിരുന്നേ. മേടിച്ചു കൊണ്ടുവരും ആൾ വീട്ടിൽ വയ്ക്കും. ഞാൻ ഈ പേപ്പറുകൾ മുഴുവനും അവിടുത്തെ മലയോര മേഖലയാണ് ഞങ്ങളുടെ ഭാഗം. ഞാൻ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അത് മുഴുവൻ വിതരണം കൊടുക്കും. അപ്പോൾ കുറേ ആൾക്കാരെ എന്നെ ചീത്ത പറയും, മതപരിവർത്തനത്തിന് നടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ഇൻസൾട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഞാൻ അതൊക്കെ സഹിച്ചു. ഞാൻ നന്നായി ഓൾഡ് ഏജ് ഹോമിൽ പോകും. അവിടുത്തെ ആളുകളുടെ കൂടെ സ്പെൻഡ് ചെയ്യും. അവരുടെ കൂടെ പ്രാർത്ഥിക്കും. അവർ എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അത് ഞാൻ അറിയാണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോടതി അലക്ഷ്യമായി. ജപ്തി നോട്ടീസ് കിട്ടിയിട്ട് അവർ പറഞ്ഞ തുക ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് തുക 15 ലക്ഷം ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പ്രശ്നങ്ങളാവുമെന്ന് പറഞ്ഞപ്പോൾ 15 ലക്ഷം രൂപ ഉണ്ടാക്കാൻ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടി. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് പെട്ടെന്ന് ആളെ പെങ്ങളെ വഴി 15 ലക്ഷം രൂപ കിട്ടുകയും ആ തുക കൊണ്ടുപോയി ഞങ്ങൾ അടയ്ക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ കട ഒരാഴ്ചയ്ക്കുള്ളിൽ കട വിൽക്കുകയോ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ അവർ ബാങ്കുകാർ കൊണ്ടുപോകും. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചിട്ട് ഒരു പിടുത്തില്ല. അനിയൻ UK അവൻ്റെ പവർ ഓഫ് അറ്റോർണി ഉണ്ടായിരുന്നില്ല. അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായി. ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാണ്ടായപ്പോൾ അവൻ പെട്ടെന്ന് ഫ്ലൈറ്റ് എടുത്ത് ഒരു ദിവസത്തേക്ക് വേണ്ടി അവൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് തോന്നുന്നു, അനുഗ്രഹം കൊണ്ട് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം അവൻ വന്ന് അന്ന് രാവിലെ വന്നു. പിറ്റേ ദിവസം കാലത്തെ ഫ്ലൈറ്റിന് അവൻ റിട്ടേൺ പോയി. പേപ്പറുകളെല്ലാം ശരിയാക്കി അവൻ റിട്ടേൺ പോയി. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് എല്ലാ ദിവസം ബുധനാഴ്ചയ്ക്കുള്ളിൽ 31-ാം തീയതിക്കുള്ളിൽ കട വിറ്റ് പോകണമെന്ന് മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. എപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കും. ദൈവം നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ട്. ഒരാഴ്ച കൊണ്ട് ഞങ്ങളുടെ കട സെയിലായി. ഞങ്ങൾ അഡ്വാൻസ് തുക മേടിച്ച് ബാങ്കിൽ അടച്ചു. ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു. അതുപോലെ തന്നെ ജപ്തി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. കാരണം ആൾ പോയി ഒരു വക്കീലിനെ കണ്ടു. ഇപ്പം ശരിയാക്കി തരാമെന്ന് വക്കീൽ പറഞ്ഞാലും
ഒന്നും നടക്കണില്ല. ദിവസങ്ങളിങ്ങനെ നടത്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ഞങ്ങൾക്ക് തോന്നിയത് നേരിട്ടൊന്ന് പോയി ആ വക്കീലിനെ കണ്ടെന്ന് രണ്ടാമത് സംസാരിക്കാം. കുറേ പൈസ അയാൾക്ക് കൊടുത്തു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഒരു ചൂടുമില്ല, ഒന്നുമില്ല. നമ്മുടെ മുതലാണ്, ആൾക്കും ഒരു കുലുക്കുമില്ല. പെട്ടെന്ന് വേറെ വക്കീലിനെ കണ്ടു. എന്നാൽ ഈസ്റ്ററിൻ്റെ വെള്ളിയാഴ്ചയിലെ നൊയമ്പുകളിലെ മുടക്കുകൾ, കോടതി മുടക്ക്, എല്ലാം മുടക്ക്. പക്ഷെ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേ കിട്ടി. മാതാവ് ഞങ്ങൾ അവിടെയും സംരക്ഷിച്ചു. അതുപോലെ ഞങ്ങളൊരു ഒരുമിച്ചായിരുന്നു അനിയനും ചേട്ടനും കൂടി ബിസിനസ് ചെയ്തത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ തിരിഞ്ഞു പോകുന്നെങ്കിലും ഞങ്ങളൊരു വലിയ വീടാണ് പണിതത്. ആ ഒരു വലിയ വീട്ടിൽ അനിയൻ മാത്രമായി താമസിച്ചു. അവൻ UK പോയപ്പോൾ അമ്മ ഒറ്റയ്ക്ക് താമസമായി. ഞങ്ങൾക്ക് വീടില്ലാതെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു. ഇപ്പോൾ ഞങ്ങൾ ആ പുതിയ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും എല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി താമസിക്കുന്നു. കുറേ മനസ്സിൽ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം മാറി. മാതാവ് ഞങ്ങളെ എപ്പോഴും കാത്തു രക്ഷിക്കുന്നു. നമ്മുടെ കൂടെ മാതാവ് ഉണ്ട്. കാരണം എന്നെ ഷോക്ക് അടിച്ചപ്പോഴും ആളെ ബൈക്ക് അടിച്ചപ്പോഴും നമ്മൾ മരണം മുന്നിൽ കണ്ടു. ഒരു നിമിഷം നേരത്തെ ഇതുകൊണ്ടാണ് ദൈവം ഞങ്ങളെ താങ്ങിയതും മാതാവ് ഞങ്ങളെ കൂടെ നിന്നതും. മക്കൾക്കായാലും വളരെ വലിയ വിശ്വാസമാണ് കൃപാസന മാതാവിനെ. പരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാവർക്കും ഓരോ കാശുരൂപം കൊണ്ട് പോകണം. പരീക്ഷ എഴുതാൻ പോകണമെങ്കിൽ ധൈര്യം കിട്ടണമെങ്കിൽ മാതാവ് രക്ഷിച്ചതുകൊണ്ടാണ് ഇത്ര മാർക്ക് കിട്ടിയെന്ന് മക്കളും പറയും. അതുപോലെ തന്നെ ഞങ്ങളെല്ലാം ഞാൻ ഉടമ്പടിയിൽ ഏറ്റവും അവസാനം വെച്ച നിയോഗം എൻ്റെ ചേച്ചിയും അനിയത്തിയും UK എൻ്റെ മമ്മിക്കും അപ്പനും കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് UK പോകണമെന്നുള്ളത്. പക്ഷെ ഓരോ കാരണം കൊണ്ട് അവർ നടക്കാതിരിക്കുകയായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ വെച്ച ഏറ്റവും അവസാനത്തെ കാര്യമായിരുന്നു അവരുടെ കാര്യം. അതും ദൈവം ഞങ്ങൾക്ക് വേണ്ടി നടത്തി തന്നു. ഇന്ന് എൻ്റെ അപ്പച്ചനും അമ്മയും UK എൻ്റെ ഈ 3.5-4 മാസത്തെ ഉടമ്പടി കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതങ്ങൾ എനിക്ക് തന്നെ പറയാൻ പറ്റാത്ത അത്രയും അത്ഭുതങ്ങളാണ്. ഇന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ മുഴുവനും ഞങ്ങളോട് പറയും, നിങ്ങൾ കൃപാസനത്തിൽ പോയി നിങ്ങൾ ദൈവം അനുഗ്രഹിച്ചു. ഞാൻ എല്ലാവരോടും പറയും, നിങ്ങളും പൊക്കോ കൃപാസനത്തിൽ. നിങ്ങൾ പോവാൻ വൈകി കൃപാസനത്തിൽ. കാരണം ഞങ്ങൾ വൈകിയതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിൽ ദൈവം ഞങ്ങളെ എത്തിച്ചത്. നിങ്ങളെയും ദൈവം, നിങ്ങൾ പോകാൻ വൈകി, നിങ്ങളും വേഗം പൊക്കോ. ഞാൻ എല്ലാവരോടും പറയും, പേപ്പർ മേടിക്കുക, പേപ്പർ വിതരണം ചെയ്യുക. നാണക്കേടുണ്ടായിക്കോട്ടെ, ദൈവത്തിന് വേണ്ടിയിട്ടല്ലേ. അതുപോലെ തന്നെ പാവങ്ങളെ സഹായിക്കുക. അനാഥാലയങ്ങളിലും ഓൾഡ് ഏജ് ഹോമുകളിലും നിങ്ങൾ പോയി പ്രാർത്ഥിക്കുക. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കാരണം ഇന്ന് ഞാൻ ഓൾഡ് ഏജ് ഹോമിൽ ചെല്ലുമ്പോൾ അവിടുത്തെ അമ്മമാർ എന്നെ അത്ര പരിചയമാണ്. അവരെൻ്റെ കൂടെ അവർ പാടണ പാട്ടുകൾ വീഡിയോ എടുക്കണം. അവരെന്നോട് പറയും, എനിക്ക് ഇന്ന ഫുഡ് കൊണ്ടുവന്നോളൂ, ഇന്ന സാധനങ്ങൾ കൊണ്ടുവന്നോളൂ. ഞാൻ ചെല്ലുമ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ചെല്ലും. അവരുടെ കൂടെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമുക്കിന്ന് കട വിറ്റ് പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അവരത് പ്രാർത്ഥിച്ച് അന്ന് വൈകുന്നേരമാണ് കട വിറ്റ് പോയത്. എനിക്കൊരു ദുഃഖം വരുമ്പോൾ ഞാൻ ആദ്യം പോകുന്നത് ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിലേക്കൊക്കെയാണ്. കാരണം അവരുടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ ഒന്നും അല്ലാതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുമെന്നും ഈ അൾത്താരയിൽ വന്ന് ഇങ്ങനെ സാക്ഷ്യം പറയാൻ പറ്റുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ എല്ലാവരോട് പറഞ്ഞു, കൃപാസനത്തിൽ ഞാൻ സാക്ഷ്യം പറയും, യൂട്യൂബിൽ എല്ലാവരും കാണും, എല്ലാവരും എനിക്കുണ്ടായ അത്ഭുതത്തിൽ വിശ്വസിച്ച് കൃപാസനത്തിൽ വരുമെന്നും. അതുപോലെ തന്നെ എനിക്കത് പറ്റി. ദൈവം എൻ്റെ കൂടെ നിന്നു, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കൂടെ നിന്നു, ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ കൂടെ ദൈവം നിന്നു. എല്ലാത്തിനും കൃപാസന മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഷിൻഡോ എന്ന സഹോദരനും കുടുംബവുമാണ് തങ്ങളുടെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനങ്ങളിലും അച്ഛൻ്റെ പ്രസംഗങ്ങളിലുമൊക്കെ ഒരു എയർ ലിഫ്റ്റിങ്ങിനെ കുറിച്ച് പറയാറുണ്ട്. ഉടമ്പടി പ്രാർത്ഥന ഒരു എയർ ലിഫ്റ്റിങ്ങിൻ്റെ പ്രാർത്ഥനയാണ്. ഹൈ റിസ്കിൽ നിൽക്കുന്നവരെ പരിശുദ്ധ അമ്മ എടുത്തു മാറ്റിവെക്കുന്ന ഒരു വലിയ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു പ്രാർത്ഥന ജീവിത രീതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഈ സഹോദരങ്ങൾ സാക്ഷ്യം പറയുമ്പോഴും വളരെ വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതാണ്ട് 3 കോടിയോളം കടമുണ്ടായിരുന്ന സമയത്ത് ഈ സഹോദരൻ ഈ ആലയത്തിലേക്ക് കടന്നു വന്ന് ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുന്നു. അതിനുശേഷം ഭാര്യ സാക്ഷ്യം പറയുമ്പോൾ ഭാര്യ പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഭാര്യയ്ക്ക് മനസ്സിലാവുകയാണ് ഉടമ്പടി ജീവിതം ശരിയാകാത്തത് കൊണ്ടാണ് കടം തീരാത്തതെന്ന്. അങ്ങനെ ഭാര്യയും ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഒന്നിച്ച് ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തതയിലും പൂർണ്ണതയിലും ജീവിക്കുവാനായിട്ടും ഉടമ്പടി ഒരു ആഘോഷമാക്കി മാറ്റുവാനായിട്ടും കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ഉപവസിച്ച് അതുപോലെ തന്നെ പ്രാർത്ഥിച്ച്
കുമ്പസാരിച്ചൊരുങ്ങി കൂദാശകളിൽ ആഴപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് ഒരു കുടുംബം ഒന്നിച്ചു തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ അനുഗ്രഹങ്ങളും കൃപകളും ഇവരുടെ കുടുംബത്തിൽ ഇവർക്ക് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് നമുക്കിവരുടെ സാക്ഷ്യത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഉടമ്പടിയിൽ വലിയ ബോധ്യങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ട് ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു വരുവാനായിട്ടും അതുപോലെ തന്നെ തങ്ങളുടെ വിശ്വാസ ജീവിതം വഴി അനേകർക്ക് പരിശുദ്ധ അമ്മയിൽ വിശ്വാസമുണ്ടാകണം, ഈശോയിൽ വിശ്വാസമുണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇവരുടെ പ്രാർത്ഥനകൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ ഇവരുടെ പ്രശ്നങ്ങളിൽ പരിശുദ്ധ അമ്മ ഉടമ്പടിയിൽ പങ്കുചേരുമ്പോൾ പരിഹാരമായിട്ട് മാറുന്നു. ഈ വലിയ അനുഭവ സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഇരു കരങ്ങളും അടിച്ച് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം. എൻ്റെ പേര് മഞ്ജു ജോൺ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2019 ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത്. മാർച്ച് 16 എനിക്ക് വയറ്റിൽ ഭയങ്കര അസിഡിറ്റിയും വയറിൽ ഒരു കത്തിയെരിയുന്ന ബേണിങ് സെൻസേഷനായിരുന്നു. ഞാൻ ഡോക്ടേഴ്സിനെ ഒത്തിരി കണ്ടു, ഗ്യാസ്ട്രോ ഡോക്ടറെ കണ്ടു, എൻഡോസ്കോപ്പൊക്കെ ചെയ്തു. അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല. ഒത്തിരി മരുന്ന് ഡോക്ടർ തന്നു. പക്ഷെ ആ മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്കൊരു സൗഖ്യം ഉണ്ടായില്ല. അപ്പോഴാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് നിശ്ചയിക്കുകയും ചെയ്തത്. ഞാനിവിടെ വന്ന് മാർച്ച് 16 ഉടമ്പടി എടുത്തു. പിറ്റേ മാസം ഏപ്രിൽ ഞാൻ വീണ്ടും ഇവിടെ വന്നപ്പോൾ ആ എൻട്രൻസിൻ്റെ അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ആ വാതിൽ, ആ ഗേറ്റ് ഞാൻ വന്ന സമയത്ത് പ്രേക്ഷിതരെ അടച്ച് പിടിച്ചേക്കായിരുന്നു. എനിക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ ഒത്തിരി സങ്കടത്തോടെ അവിടെ നിന്ന് മാതാവിനെ വിളിച്ച് കരഞ്ഞു. ആ സമയത്ത് ഒത്തിരി ആൾക്കാർ വന്നിട്ട് പുറയുന്ന ഭയങ്കര ഉന്തും തള്ളുമായിരുന്നു. ഭയങ്കരമായിട്ട് പുറയുന്ന ഇടിക്കണ ഇടിയും ഒന്നാമത്തെ സുഖമില്ലാണ്ടും നമ്മൾ നിൽക്കുകയായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ആ വിഷമം ഞാൻ ഈശോയുടെ പീഡാസഹനത്തോട് ചേർത്ത് ഞാൻ കാഴ്ചവെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഗേറ്റ് തുറന്നു. എനിക്ക് അകത്ത് കിടക്കാൻ സാധിച്ചു. ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു. ഞാനപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പ്രേക്ഷിതരോട് പറഞ്ഞു, എനിക്ക് ഉപവാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ്, അസിഡിറ്റി കാരണം ഇങ്ങനെ ഭക്ഷണം വേണ്ടാന്ന് വെക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു, പറ്റണ പോലെ ഏതെങ്കിലും ഒരു ഭക്ഷണം കുറച്ച് ദിവസത്തിന് വേണ്ടാന്ന് വെക്കുക, അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ എപ്പോഴാണോ എനിക്ക് ഇങ്ങനെ ഒരു സൗഖ്യം കിട്ടിയെന്ന് എനിക്കറിയില്ല. ആ അടച്ചിട്ട ഗേറ്റിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ കരഞ്ഞ് മാതാവിനോട് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് നല്ലൊരു സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചു. പിന്നെ അത് ഞാൻ പോലും അറിയാണ്ട് എനിക്ക് ഈ അസിഡിറ്റിയും ഈ ബേണിങ് സെൻസേഷനിൽ എനിക്ക് സൗഖ്യം കിട്ടി. പിന്നെ എൻ്റെ മകന് അവന് +2 പഠിക്കുന്ന സമയമായിരുന്നു. അവന് നല്ലൊരു കോളേജിൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അവനിന്ന് നല്ലൊരു നിലയിൽ പൂനെയിൽ സിംബിയോസിസിൽ അവൻ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. എൻ്റെ 3ാമത്തെ സാക്ഷ്യം, ഞങ്ങളുടെ വീട് പണിതിട്ട് 16 വർഷമായി. അപ്പോൾ വീടിന് ടാക്സ് അടയ്ക്കാനായിട്ടുള്ള കാര്യത്തിന് വേണ്ടി കോർപ്പറേഷനിൽ വന്നപ്പോൾ അന്നത്തെ സെക്രട്ടറി ഞങ്ങൾക്ക് വളരെ പ്രതികൂലമായിട്ട് വലിയൊരു തുക ടാക്സ് ഇട്ടു. ആ പ്രദേശത്തൊന്നും ആർക്കും അത്രയും വലിയൊരു തുക ടാക്സ് ഇല്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതിനെതിരെ കേസ് കൊടുത്തു. അപ്പോൾ സ്റ്റേ വാങ്ങിച്ചു. 16 വർഷമായിട്ട് ആ കേസ് ഒരു പ്രാവശ്യം പോലും കോടതിയിൽ എടുത്തില്ല. ഞാൻ എന്തും ഹസ്ബൻഡിനോട് ചോദിക്കും, കേസ് എന്തായി, കേസ് എന്തായി? അപ്പോൾ ആൾ പറയും ഫയൽ കാണാനില്ല. അവിടെ വക്കീലിനോട് ചോദിക്കുമ്പോൾ പറയും ഹൈക്കോർട്ടിലേക്ക് പോയി. പിന്നെ ഹൈക്കോടതി ചോദിക്കും, അവിടെ ചെല്ലുമ്പോൾ പറയും അവിടെ ഫയൽ കാണാനില്ല. ഇങ്ങനെ ഓരോ തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ 2023 ഉടമ്പടി പുതുക്കിയതിന് ശേഷം 2024 നോയമ്പ് കാലത്ത് ഞാൻ 50 ദിവസം നിത്യാരാധനയിൽ ഞാൻ ഈശോയുടെ മുന്നിൽ എന്നും വന്ന് 1 മണിക്കൂർ ഇരിക്കും. ആ 1 മണിക്കൂർ ഇരുന്ന് ഈശോയോട് ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം പറയും. തിരിഞ്ഞ് ഞാൻ നടന്നു വരുമ്പോൾ ആ പള്ളിയിൽ, തൃശ്ശൂർ പുത്തമ്പള്ളിയിലാണ് ഞാൻ എപ്പോഴും പോയിരിക്കാറ്. തിരിച്ച് നടക്കുമ്പോൾ ആ പള്ളിയിൽ ബെഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കൃപാസനത്തിൻ്റെ പത്രങ്ങൾ കിടക്കണ കാണും. ഞാനതെല്ലാം പറക്കി കൂട്ടി ഞാൻ പോയി വിതരണം ചെയ്യും. പിന്നെ എനിക്കതൊരു ഇഷ്ടമായി തുടങ്ങി. ഞാൻ എല്ലാ ദിവസവും നിത്യാരാധനയിൽ വരും. തിരിച്ചു പോരുമ്പോൾ പത്രം എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ഞാൻ നോക്കും. അത് അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ വാച്ച്മാനോട് ചോദിക്കും, ആരെങ്കിലും ഇവിടെ പത്രം കൂട്ടിയിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും. ഞാൻ ഒത്തിരി അതിൽ സന്തോഷത്തോടെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. കാരുണ്യ പ്രവൃത്തികൾ നന്നായി ചെയ്തു. എനിക്കൊരു അത്ഭുതം എന്ന് പറയാൻ, ആ സമയത്ത് ഇലക്ഷൻ്റെ സമയമാണ്. കോർപ്പറേഷനിൽ നമ്മൾ ചെന്ന് ടാക്സ് 16 കൊല്ലം മുമ്പത്തെ ടാക്സിൻ്റെ ഫയൽ എടുക്കാൻ പറഞ്ഞാൽ അവർ പറയും ഇലക്ഷൻ തിരക്കാണ്, ഞങ്ങൾക്ക് ഇതിനൊന്നും നേരമില്ല എന്ന്. പക്ഷേ എന്തോ ആരുടെയോ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. ആ ഓഫീസർ ഞങ്ങൾക്ക് വേണ്ടി
വേണ്ടി ഫയല്, എൻ്റെ ഫയൽ അവിടെ ഓപ്പൺ ചെയ്തു. കാണാണ്ട് പോയ ഞങ്ങളുടെ വീടിൻ്റെ ടാക്സിൻ്റെ ഫയല് അവിടെ നിന്ന് എന്നെ കണ്ടെത്തി. ഞങ്ങൾക്ക് ആ വ്യാഴാഴ്ച ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച അന്ന് ദിവ്യകാരുണ്യ ഈശോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് വീടിൻ്റെ ടാക്സ് അടയ്ക്കാൻ സാധിച്ചു. ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി നടപ്പാക്കി തന്നു. ഒരുപാട് ഇളവുകളോടുകൂടി എനിക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റി. പിന്നെ എൻ്റെ അടുത്ത സാക്ഷി എൻ്റെ മകൾ ആ സമയത്ത് +2 പഠിക്കുകയായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥിക്കും, മാതാവി അവൾക്ക് 90% മീതെ മാർക്ക് കിട്ടണമെന്ന്, അവൾക്ക് മാത്സിനും 90 മീതെ കിട്ടണേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. പക്ഷേ അവളും ഇവിടെ ജപമാല റാലിയിലൊക്കെ ഇവിടെ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് 89% മാർക്കായിരുന്നു. പക്ഷെ അങ്ങനെ വന്നാലും എനിക്ക് സങ്കടം, ഞാൻ ഒരു കുറ്റപ്പെടുത്തിയില്ല. അതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ മോളാണ്. അവൾ ഒരിക്കൽ പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും തന്നില്ലല്ലോ മാതാവ് എന്ന് അവൾ ഒരിക്കൽ പോലും പറഞ്ഞില്ല. പക്ഷേ അവൾ ഏത് കോളേജിൽ ചേർന്ന് പഠിക്കണം എന്ന് അവൾ ആഗ്രഹിച്ചോ ആ കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ മാതാവ് ഒരുക്കി. അവളിന്ന് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നന്നായി മിടുക്കിയായി പഠിച്ചു വരുന്നു. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോന് പൂനെയിൽ വെച്ചൊരു സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായി. അവൻ്റെ മേത്തേക്ക് ഒരു സ്കൂട്ടർ വന്ന് ഇടിക്കുകയാണ് ചെയ്തത്. അവനും വീണു, പക്ഷെ അവനും ഒരു കുഴപ്പമില്ലാണ്ട് മാതാവ് അവിടെ താങ്ങി. അതുപോലെ എൻ്റെ വീടിൻ്റെ സ്റ്റെപ്പും ഒരു പാമ്പ് വന്ന് കിടന്നു. സാധാരണഗതിയിൽ ഞാൻ അതിൽ കൂടെ ഓടി ഇറങ്ങി കയറി നടക്കണ ആളാണ്. പക്ഷേ എന്തോ ആ പ്രാവശ്യം ആ പാമ്പ് കിടക്കണത് എൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയും അങ്ങനെ ആ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും. പ്രിയ സഹോദരങ്ങളെ, നമ്മളോട് മഞ്ജു ജോൺ എന്ന സഹോദരി ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരി ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളെക്കുറിച്ച് നമ്മളോട് പറഞ്ഞു. എത്ര വിശ്വാസത്തോടുകൂടിയാണ് കൃപാസനത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നതെന്നും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതെന്നും പരിശുദ്ധ അമ്മയുടെ സ്നേഹസ്പർശം സ്വീകരിച്ചതെന്നും രോഗസൗഖ്യം നേടിയതെന്നും വളരെ വ്യക്തമായിട്ട് ഈ സഹോദരി നമ്മളോട് പങ്കുവച്ചു. അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു എങ്ങനെയാണ് തൻ്റെ മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പരിശുദ്ധ അമ്മ അനുഗ്രഹമായിട്ട് കടന്നു വന്നുവെന്നും തിരുക്കുമാരൻ്റെ സന്നിധിയിൽ ഈ സഹോദരിയുടെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചതെന്നും ഈ സഹോദരി പറഞ്ഞു. ജീവിതത്തിൻ്റെ ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വേദനകളിലും പരിശുദ്ധ അമ്മ കടന്നു വന്ന് സാന്ത്വനമായി മാതൃസഹജമായിട്ടുള്ള വാത്സല്യം നൽകി അനുഗ്രഹിച്ച് ഈ കുടുംബത്തോട് ചേർന്നതിനെ ഓർത്ത് ഈ സഹോദരി നമ്മുടെ മുൻപിൽ സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്കും ഈ കുടുംബത്തോട് ചേർന്ന് ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം. അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങളെ അനുഗ്രഹിച്ച അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് അശ്വതി, ഇതെൻ്റെ ഹസ്ബൻഡ് ആനന്ദ്. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വരുന്നു. എനിക്ക് ഇരട്ട പെൺകുട്ടികളാണുള്ളത്. 2 പേർക്കും 11-ാം മാസം തൊട്ട് ഫിറ്റ്സ് വരുന്നൊരു അസുഖം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം 2-3 തവണ ഫിറ്റ്സ് വരുന്നത് കണ്ടിട്ട് ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ വരുന്നൊരു ചേച്ചിയാണ് ഞങ്ങൾക്ക് കൃപാസനത്തെക്കുറിച്ച് ആദ്യമായി പറഞ്ഞു തന്നത്. അതിനുശേഷം ഞങ്ങൾക്കൊരു പത്രം ഉടനെ തന്നെ ഒരാൾ കൊണ്ടുവന്ന് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ദൈവം ഞങ്ങളെ ഇങ്ങോട്ട് വിളിക്കുകയാണെന്നൊരു തോന്നലുണ്ടായിട്ട് കഴിഞ്ഞ വർഷം 2023 സെപ്റ്റംബർ 2-നാണ് ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഫിറ്റ്സ് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് സമയം നിൽക്കുന്ന ഒരു ടൈപ്പ് ഫിറ്റ്സാണ്. അത് കുറയണമെങ്കിൽ ഞങ്ങൾക്കൊരു നേസൽ സ്പ്രേ ഉപയോഗിക്കണമായിരുന്നു. അത് ഇപ്പം ഒരു മാസത്തിൽ 2 തവണ അങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക്. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പോൾ ഞങ്ങൾ ഫിറ്റ്സ് വരുമ്പോൾ ഈ ഉടമ്പടി തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശു വരയ്ക്കുകയും മൂക്കിലും വായിലും ഉടമ്പടി തൈലം പുരട്ടുകയും ചെയ്യുമ്പോൾ ഒരു 95% പ്രാവശ്യവും ഫിറ്റ്സ് നമുക്ക് മരുന്ന് ഉപയോഗിക്കാതെ തന്നെ ഇപ്പോൾ മാറുന്നുണ്ട്. അതുപോലെ എൻ്റെ ഒരു മകൾക്ക് പല്ലിന് നല്ല വേദനയായിരുന്നു. ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഞങ്ങളത് റൂട്ട് കനാൽ ചെയ്യണമെന്നായിരുന്നു ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. പക്ഷേ ഫിറ്റ്സ് വരുന്നതുകൊണ്ടും ഞങ്ങൾക്ക് അനസ്തേഷ്യ കൊടുക്കാനുള്ളൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോയില്ല. ഞങ്ങൾ ഈ ഉടമ്പടി തൈലം പല്ലിൽ തേക്കുകയും കവിളിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ആ വേദനയുണ്ടായിരുന്ന പല്ല് പൊടിഞ്ഞു പോവുകയും ഇപ്പോൾ വേദനയ്ക്ക് നല്ല കുറവ് വരികയും ചെയ്തു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി.
അതുപോലെ അവരെ ഈ അൾത്താരയിൽ കൊണ്ടുവരാനും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ബ്ലെസ്സിങ് വാങ്ങാനും ഞങ്ങൾ ഒത്തിരി അധികം ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ ഓഫീസിൽ വന്ന് ചോദിച്ചു അവരെ എന്ന് കൊണ്ടുവരാൻ പറ്റും, അച്ഛൻ എന്ന് ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഏപ്രിൽ 2-ാം തീയതി കൊണ്ടുവരാനാണ് ഓഫീസിൽ നിന്ന് ഞങ്ങളോട് പറഞ്ഞത്. ആ ഡേറ്റ് പറഞ്ഞ സമയത്ത് ഞങ്ങൾക്ക് 2 പേർക്കും മാതാവിൻ്റെ നല്ലൊരു സുഗന്ധാഭിഷേകം ഉണ്ടായി. അപ്പോൾ ആ ഡേറ്റ് മാതാവാണ് ഞങ്ങളോട് പറഞ്ഞതെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അങ്ങനെ അവരെ ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ഒരു അസുഖവും വരാതെ, ഒരു പ്രശ്നവും ഇല്ലാതെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കുവാനും സാധിച്ചു. ഇനിയും മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹം എൻ്റെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നും അവർക്ക് പൂർണ്ണമായിട്ട് രോഗസൗഖ്യം കൊടുക്കുമെന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് എൻ്റെ ഹസ്ബൻഡിന് മാതാവിലും ഈശോയിലും നല്ല വിശ്വാസം ഉണ്ടാവാൻ വേണ്ടി ഞാൻ ഉടമ്പടിയിൽ വച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഹസ്ബൻഡിന് മാതാവിൻ്റെ ദർശനമുണ്ടായി സ്വപ്നത്തിൽ. അത് ഒരു രാവിലെ ഒരു 5:30 സമയത്തായിരുന്നു. ആ സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയമായിരുന്നു. ആ സമയം ഞങ്ങളുടെ മുറിയിൽ വേറെ ക്ലോക്കുകളൊന്നും ഇല്ല. പക്ഷേ ആ സമയത്ത് ഞങ്ങൾക്ക് ക്ലോക്കിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റി. എൻ്റെ പ്രാർത്ഥന തീരുന്നിടം വരെയും ആ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റി. അപ്പോൾ അമ്മ മാതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്കപ്പോൾ മനസ്സിലായി. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു അപകടകരമായ രീതിയിൽ ഒരു മരം പബ്ലിക് പ്രോപ്പർട്ടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളത് മുറിക്കാനായിട്ട് ഒരു 5 വർഷത്തിൽ കൂടുതലായിട്ട് പരാതി കോർപ്പറേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ മേലൊരു നടപടിയും ഉണ്ടായില്ല. 2-3 തവണ മുറിക്കാമെന്ന് ഓർഡർ വന്നെങ്കിലും ലാസ്റ്റ് അത് മാറിപ്പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡിലിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് 1 മാസത്തിനകം തന്നെ ആ മരം അവിടെ നിന്ന് മുറിച്ച് മാറ്റി. അതുപോലെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ ATM കാർഡ് ഒരു ദിവസം കളഞ്ഞുപോയി. ഞങ്ങൾ കളഞ്ഞു പോയെന്ന് അറിഞ്ഞത് തന്നെ ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ കളഞ്ഞ വിവരം തന്നെ അറിയുന്നത്. എന്നിട്ട് എനിക്ക് പെട്ടെന്ന് തോന്നി ആ ലാസ്റ്റ് പോയ ATM-ൽ പോയി ഒന്നും കൂടി നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളെ കാർഡ് അവിടെ തന്നെ കാണുമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ ATM-ൽ പോയി നോക്കി. അവിടെ ഒരു കുഴപ്പമില്ലാതെ സുരക്ഷിതമായിട്ട് ആ കാർഡ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അതുപോലെ ഞാൻ BTech പഠിച്ചത്. എനിക്ക് MTech പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം എനിക്കതിന് കഴിഞ്ഞിരുന്നില്ല. എനിക്ക് വർക്കിൻ്റെ കൂടെ പഠിക്കണമെങ്കിൽ പാർട്ട് ടൈമായിട്ട് ഈവനിങ് ക്ലാസ്സിൽ പോകണമായിരുന്നു. പക്ഷെ അതിനുള്ള സാഹചര്യം എനിക്കില്ല. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ഓഫീസിൽ ഒരു മെയിൽ വന്നത്. അവർക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയായ IIT മദ്രാസുമായിട്ട് ഒരു ടൈപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം MTech-ന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് മാതാവിൻ്റെ സഹായത്താൽ എൻട്രൻസ് ക്ലിയർ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാനിപ്പോൾ അവിടെ MTech പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതാവിൻ്റെ സഹായം കൊണ്ട് എനിക്ക് ഓരോ സെമസ്റ്ററിലും നല്ല ഗ്രേഡുകൾ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ സെമസ്റ്ററിൽ എനിക്കൊരു എക്സാം നല്ല ടഫായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവാണ് എനിക്കിതിനകത്ത് അഡ്മിഷൻ വാങ്ങിച്ചു തന്നത്. അപ്പോൾ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പഠിച്ചു, പക്ഷെ ബാക്കിയെല്ലാം മാതാവ് നോക്കിക്കോണമെന്ന്. അപ്പോൾ മാതാവ് എനിക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ എൻ്റെ ആ 2 ഗ്രേഡ് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഗ്രേഡ് വന്നപ്പോൾ എനിക്ക് സെയിം ഗ്രേഡ് അതേ ഓർഡറിൽ തന്നെയാണ് എനിക്ക് വന്നത്. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഇത്രയധികം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തരികയും ഈ അൾത്താരയിൽ കയറി സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. സ്നേഹം നിറഞ്ഞവരെ, അശ്വതി എന്ന സഹോദരിയും ഭർത്താവുമാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. ഇവർ നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചപ്പോൾ കൃപാസനത്തിലേക്ക് കടന്നു വരുവാനുണ്ടായ സാഹചര്യം നമ്മളോട് പറഞ്ഞു. ഒരു വ്യക്തി കൃപാസനത്തെക്കുറിച്ച് പറയുന്നു. അതിനുശേഷം കൃപാസനം പത്രം ഇവർക്ക് ലഭിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ കടന്നു ചെല്ലുമ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആ വ്യക്തിയുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ, പരിശുദ്ധ അമ്മയെ പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ അവരുടെ ജീവിതത്തിലെ ദുരിതാവസ്ഥകളിൽ അവർക്ക് പരിശുദ്ധ അമ്മയിൽ ആശ്രയിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്.
അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഒരു കുടുംബത്തിന് തന്നെ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് തന്നെ ഈ ആലയം കൊണ്ടും പരിശുദ്ധ അമ്മയെ കൊണ്ടുമൊക്കെ അനുഗ്രഹമായിട്ടും അഭിഷേകമായിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഉടമ്പടിയിലെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ തീക്ഷ്ണതയോടുകൂടി പരിശുദ്ധ അമ്മയെക്കുറിച്ച് തിരുക്കുമാരനെക്കുറിച്ച് പങ്കുവയ്ക്കുവാനായിട്ട് തയ്യാറാകാം. ഈ കുടുംബത്തിന് പരിശുദ്ധ അമ്മയിലൂടെ കൃപാസനത്തിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് എസി എന്നാണ്. ഞാൻ വരുന്നത് തൃശ്ശൂരാണ് എൻ്റെ വീട്. ഞാനൊരു നേഴ്സാണ്. ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല, പഠിച്ചിറങ്ങിയതേ ഉള്ളൂ. ആദ്യം ഞാൻ ഉടമ്പടിനെ കൃപാസനം പള്ളീനെ പറ്റി കേൾക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ്. അന്നൊന്നും ഞാൻ അധികമൊന്നും അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ 4th ഇയർ എൻ്റെ ലാസ്റ്റ് എക്സാം സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് എക്സാമെല്ലാം. അപ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ യൂട്യൂബിൽ മാതാവിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞാൻ നിയോഗ പ്രാർത്ഥന എന്നും കേൾക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് നഴ്സിങ്ങിൻ്റെ റിസൾട്ട് വന്നതും ഞാൻ എല്ലാം പാസ്സായതും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ IELTS പഠിക്കാൻ പോയത്. പിന്നെ എന്നും പ്രാർത്ഥന കേൾക്കുന്നത് കുറയാൻ തുടങ്ങിയായിരുന്നു. പിന്നെ IELTS എക്സാം എഴുതി. പക്ഷെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് UK സ്കോറാണ് പറ്റുള്ളായിരുന്നു. എനിക്ക് UK സ്കോർ കിട്ടിയില്ലായിരുന്നു. അപ്പം പിന്നെ ഞാനൊരു ദിവസം ഉറങ്ങുമ്പോഴായിരുന്നു ഞാൻ സ്വപ്നം കണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്നിട്ട് ഞാൻ സ്വപ്നം കണ്ടത്. അപ്പോൾ എനിക്കൊരു ചേച്ചി പറഞ്ഞു തരുന്നു ഇത് കൃപാസനം പള്ളിയാണെന്ന് പറഞ്ഞു തരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനിവിടെ വരേണ്ടതാണ് എന്ന് മാതാവ് തോന്നിച്ചായിട്ട് എനിക്ക് തോന്നി. അതിന് ശേഷമാണ് ഞാൻ ഇവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. അത് കഴിഞ്ഞ് രണ്ടാമത് ഒന്നും കൂടെ IELTS എഴുതിയായിരുന്നു. എനിക്കന്ന് അയർലൻഡ് സ്കോർ കിട്ടി. എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഏജൻസിക്കാർ പറഞ്ഞ് 6 മാസം ജോലി ചെയ്തിട്ട് വന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ 6 മാസം ജോലിക്ക് പോയി. എന്നാലും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എല്ലാവരും പോയി തുടങ്ങി, നമ്മൾ മാത്രം അവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ എന്നും ഉടമ്പടി കറക്റ്റായിട്ട് കൊണ്ടുപോകുമായിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ആണ് എനിക്ക് വീട്ടിൽ പപ്പ എനിക്കൊരു ന്യൂസ് പേപ്പർ കട്ടിങ് അയച്ചു തന്നായിരുന്നു. ബെൽജിയത്തിലേക്ക് ഗവൺമെൻറ്റിൽ നിന്ന് നഴ്സുമാരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്ന് 1200 പേരോളം ഇൻ്റർവ്യൂ ആയിരുന്നു. അതിൽ ഞാൻ വന്ന് അറ്റൻഡ് ചെയ്യുകയും ഞാൻ അത് പ്രതീക്ഷിച്ചതേ ഇല്ല, എനിക്ക് കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം എനിക്ക് അപ്രതീക്ഷിതമായിട്ട് അവിടെ നിന്ന് കോള് വന്നു, സെലക്റ്റായി, വരണം, ലാംഗ്വേജ് പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന് ലാംഗ്വേജ് പഠിക്കാൻ വന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി ആയത്ത് കഴിഞ്ഞെങ്കിലും പിന്നീട് ഞാൻ കുറേ എക്സാംസ് ഉണ്ട്, കുറേ ലെവൽ എക്സാം ഉള്ളതുകൊണ്ട് എനിക്ക് അപ്പോഴും ടെൻഷനായി തുടങ്ങിയായിരുന്നു. കാരണം പുതിയൊരു ലാംഗ്വേജാണ്, പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ എല്ലാം കറക്റ്റായിട്ട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, പള്ളിയിൽ പോകുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ എല്ലാ ലെവലും ഞാൻ പാസ്സായി. ലാസ്റ്റ് ലെവലായപ്പോൾ ഭയങ്കര ടെൻഷനായി തുടങ്ങി. അപ്പം ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഉപ്പ് പരീക്ഷ പേപ്പറിൽ വിതറിയായിരുന്നു. സ്പീക്കിങ്ങിനൊക്കെ പോകുമ്പോൾ അതിന് മുമ്പ് ഞാൻ ഉപ്പ് കഴിച്ചിട്ടായിരുന്നു എക്സാമിന് പോയത്. അതുപോലെ തന്നെ എല്ലാ എക്സാമും പാസ്സായി. പിന്നെ വിസ വരാൻ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വിസ വന്നു. എനിക്ക് ടിക്കറ്റും വന്നു. ഞാൻ ഈ മാസം 24-ാം തീയതി പോവുകയാണ്. അതിന് വലുത് പറയേണ്ടത്, എല്ലാ ഏജൻസിക്കാരും 10 ലക്ഷം 15 ലക്ഷം കൊടുത്തിട്ടാണ് പോകുന്നത്. ഞങ്ങൾ ഗവൺമെൻറ് വഴി പോകുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പൈസ ചിലവില്ലാതെയാണ് പോകുന്നത്. അതുതന്നെ മാതാവ് ഒന്ന് അനുഗ്രഹമായിട്ട് കാണുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് വന്ന മാറ്റങ്ങൾ എന്ന് പറയാനായിട്ട്, എനിക്ക് പള്ളിയിൽ പോകുന്ന ഇടയ്ക്കൊക്കെ മടി തോന്നുമായിരുന്നു. പക്ഷെ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാം കറക്റ്റായിട്ട് പള്ളിയിൽ പോകുമായിരുന്നു, കുമ്പസാരിക്കും, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വന്ന മാറ്റം. ഇനി എനിക്ക് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ, എസ് എൽദോ എന്ന സഹോദരി നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് വളരെ പ്രകടമായിട്ട് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഈ അൾത്താരയിൽ ഓരോ വ്യക്തികളും വന്ന് സാക്ഷ്യം പറയുമ്പോൾ അവരുടെ ഉടമ്പടി ജീവിതത്തിൽ ഏറെ പ്രത്യേകമായിട്ട് വിശേഷവിധിയാൽ കാര്യങ്ങൾ സാധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഉടമ്പടി എടുത്തൊരു വ്യക്തിക്ക് പരിശുദ്ധ അമ്മയുടെ കരുതലും സ്നേഹവും ലഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഉടമ്പടിയിൽ നമ്മൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടാണ് ഓരോ ഉടമ്പടി നേർച്ച വസ്തുക്കളും നമ്മൾ ഉപയോഗിക്കുന്നത്. ഉടമ്പടി നേർച്ച വസ്തുക്കളിൽ വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്നത് ഇങ്ങനെയാണ്: യേശു കർത്താവാണെന്നും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്നും. ഇതിൻ്റെ ആഘോഷമായിട്ടുള്ളൊരു പ്രഖ്യാപനമാണ് വിശ്വാസ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടിയിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ ആ വ്യക്തി തന്നെ ദൈവത്തിൻ്റെ
വലിയ രഹസ്യങ്ങളിലേക്ക് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ആത്മീയമായിട്ടുള്ള ആഴങ്ങളിലേക്ക് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ കടത്തിവിടുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ ദൈവികമായിട്ടുള്ള കൃപ ലഭിക്കുവാനായിട്ട് തുടങ്ങുന്നു. അതുകൊണ്ടാണ് ഉടമ്പടിയിൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ മെറിറ്റ് കൊണ്ടല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു വ്യക്തി ജീവിക്കുവാനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ SC എന്ന സഹോദരി പറയുകയാണ്, എനിക്ക് 1 രൂപ പോലും ചിലവില്ലാതെ വിദേശത്തേക്ക് ജോലിക്ക് പോകുവാനായിട്ട് സാധിക്കുന്നു. ഒത്തിരിയേറെ വ്യക്തികൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഉടമ്പടിയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് വിശേഷ വിധിയാൽ ഈ കാര്യം സാധിച്ചു കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ദൈവികമായിട്ടുള്ള കൃപ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിറയുന്നത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ നമുക്കും കൃപയെ പ്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആഴങ്ങളിൽ വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥനയിൽ ആശ്രയിച്ചുകൊണ്ട് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യം നമ്മളോടൊപ്പം ഉറപ്പുവരുത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ സഹോദരിയുടെ ജീവിതത്തിൽ കൃപ ചൊരിഞ്ഞ ദൈവപിതാവിനും അതുപോലെ തന്നെ മധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് നിസ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരുപാട് നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയിൽ വർക്ക് ചെയ്യുക എന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ സ്കൂൾ നേഴ്സായിട്ടായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് റിസൈൻ ചെയ്ത് OET പഠിക്കാൻ വേണ്ടി ഞാൻ വന്നു. ആ സമയത്ത് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴും ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ OET പഠിച്ചുകൊണ്ടിരുന്നു. അതിലെനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും OET എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് പാസ്സാവാൻ സാധിച്ചില്ല. രണ്ടാമത്തെ ഉടമ്പടി പുതുക്കലിൽ കഴിഞ്ഞ് ഞാൻ UKVI IELTS എഴുതി. അതിനെനിക്ക് റിക്വയർഡ് സ്കോർ കിട്ടി. അപ്പോൾ എനിക്ക് ഒരുപാട് നന്ദി. ആ എക്സാമിന് സമയത്ത് പോകുമ്പോൾ ഞാൻ ഉപ്പ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കാരണം സ്പീക്കിംഗ് ആയാലും ലിസണിങ്ങും എല്ലാം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സാം എഴുതുമ്പോൾ ആ ടേബിളിൽ ഉപ്പ് ഇട്ടുണ്ടായിരുന്നു. പിന്നെ സ്പീക്കിങ്ങിൻ്റെ സമയത്തും ഞാൻ ഉപ്പ് കഴിച്ചിട്ടാണ് സ്പീക്കിങ്ങിന് കയറിയത് എക്സാമിന്. എക്സാമിൽ ടഫായിരുന്നു. ഞാൻ വിചാരിച്ച സ്കോർ കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. അതിനുശേഷം UK-ലൊരു COS കൊടുക്കുക എന്ന് പറഞ്ഞ സംഭവം നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6-7 മാസമായിട്ട് നിർത്തിവെച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എക്സാം പാസ്സായ ശേഷം വീണ്ടും COS നിർത്തിവെച്ചുല്ലോ, എന്ത് പരീക്ഷണമാണ്. അങ്ങനെ ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 4 എക്സാം എഴുതി. മാർച്ചിലായിരുന്നു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ വന്നു. ജൂലൈ 19-ാം തീയതി ആയിരുന്നു ഇൻ്റർവ്യൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ കറക്റ്റ് 1 മാസം കഴിയുമ്പോഴേക്കും എനിക്ക് ആ ജോബ് ശരിയാവുകയും വിസ വന്നു. സെപ്റ്റംബർ 15-ാം തീയതിയുടെ ഉള്ളിൽ ഞാൻ UK-ക്ക് പോവും. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനെ ഒരുപാട് നന്ദി പറയുന്നു. കൃപാസന മാതാവിനും യേശുവിനും ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് ജോയ്. ഞാൻ തൃശ്ശൂർ ഉപതയിലെ വൈലത്തൂർ എന്ന ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ മകൻ്റെ കാര്യമാണ് പറയുന്നത്. എൻ്റെ മകൻ +2 പഠിക്കാൻ വളരെ മോശമായിരുന്നു. 58% ആയിരുന്നു അങ്ങോരുടെ ആകെ മാർക്ക്. അപ്പോൾ BSc MLT പഠിക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ അടുത്തൊരു കോളേജിൽ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു, അവനത് പഠിക്കാനുള്ള കഴിവൊന്നുമില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്മുടെ ഒരു അങ്കിളുണ്ടായിരുന്നു കോയമ്പത്തൂർ, അവരായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെ അവിടെ സീറ്റ് കിട്ടി. ഞാൻ 2023 മെയ് മാസത്തിൽ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ മകളോട് പറഞ്ഞതിൻ്റെ ശേഷമാണ് മകൾ പിന്നെ ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ മകന് വേണ്ടി അന്നേ പ്രാർത്ഥിച്ചു. അവന് ഉപ്പും തൈലും തേനുമൊക്കെ കൊടുത്തയക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പഠിച്ചു. ആദ്യത്തെ കൊല്ലം പഠിക്കുമ്പോൾ കുറച്ച് മോശമായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം അവന് വേണ്ടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പരീക്ഷയുടെ സമയങ്ങളിലും പ്രത്യേകിച്ച് ഞാൻ ചൊല്ലാറുണ്ടായിരുന്നു. പിന്നെ ഇന്നും പള്ളിയിൽ പോവുകയും കാലത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന മുടങ്ങാതെയും വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥനയൊക്കെ വളരെ കൃത്യനിഷ്ഠതയോടെ ചെയ്തു പോവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവൻ ഈ എക്സാമിന് വളരെ കുഴപ്പമില്ലാത്ത മാർക്കുകൾ വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ അവൻ കോയമ്പത്തൂർ ഗംഗ ഹോസ്പിറ്റലിൽ ഇൻറ്റേൺഷിപ്പായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പിന്നുള്ളത് എൻ്റെ ഇടവകയിലെ ഒരു സ്നേഹിതൻ്റെ മകളുടെ കല്യാണത്തിന് സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ഒരു നിയോഗത്തിൽ ഞാൻ സമർപ്പിച്ചിരുന്നു. അങ്ങനെ അവർക്ക് അങ്ങനെ ഈ പെൺകുട്ടിയുടെ ഫാദർ പെട്ടെന്ന് ആക്സിഡൻറ്റ് പറ്റുകയും അങ്ങനെ ഒരു മോട്ടോർ സൈക്കിൾ മെക്കാനിക്കായിരുന്നു. മോട്ടോർ സൈക്കിൾ മെക്കാനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ വളരെ വിഷമതയിൽ അവർ നീങ്ങിപ്പോകുന്ന സമയത്ത് ഞാൻ അവർ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. കല്യാണം വളരെ എല്ലാവരുടെയും സഹായത്താൽ വളരെ നന്നായി നടക്കുവാൻ സാധിച്ചു. പിന്നെ മാതാവിനും തിരുക്കുമാന അനുഗ്രഹത്താൽ ഞങ്ങളെ പള്ളിയിൽ ഒരു ഡയലസർ കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു വൈലിച്ചൊരു പള്ളിയിൽ. അതിൽ ബർത്ത്ഡേ ഡയലസർ എന്നാണ് പറയുക. അപ്പോൾ ഓരോ ബർത്ത്ഡേ വന്നാലും ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവർക്കും പേരിലും ഓരോ ഡയലസർ കൊടുക്കും. കൂടാതെ വിൻസെൻ്റ് ഇപ്പോൾ നിന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും രോഗികളെയും മറ്റുള്ളവരെ സന്ദർശിക്കുവാനും പാവങ്ങളെ സഹായിക്കുവാനും എനിക്ക് വളരെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പള്ളി കൊയറിൽ ഇപ്പോൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാം മാതാവിന് തന്നതിനും തിരുക്കുമാരനും മാതാവിനും 1000 നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ, നിസ എന്ന സഹോദരിയും പിതാവുമാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത്. ഇതിൽ ശ്രദ്ധേയമായിട്ട് ഇവർ പറഞ്ഞത് ഉടമ്പടി എടുക്കുവാനായിട്ട് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി പ്രാർത്ഥനകൾ ചിട്ടയോടുകൂടി ചെയ്യുവാനായിട്ട് ഇവർ ശ്രമിച്ചു. അതുപോലെ തന്നെ ഉടമ്പടിയുടെ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. നമുക്കറിയാം, ഒരു വ്യക്തി ഉടമ്പടി എടുക്കുവാനായിട്ട് വരുമ്പോൾ ഉടമ്പടിയുടെ ആധാരമെന്ന് പറയുന്നത് അത് പ്രത്യക്ഷീകരണമാണ്. പ്രത്യക്ഷീകരണത്തിലാണ് ഉടമ്പടി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലായിരിക്കുന്ന ഒരു വ്യക്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ അമ്മ ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പ്രത്യക്ഷീകരണത്തിൻ്റെ അൾത്താരയിൽ വന്ന് ഒത്തിരിയേറെ വ്യക്തികൾക്ക് പ്രത്യക്ഷീകരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ സാക്ഷ്യം പറയുവാനായിട്ട് സാധിക്കുന്നത്. ഈ കുടുംബവും അതുപോലെ തന്നെ നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ ഇവരുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം. ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം.